തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിഷയത്തിൽ ഏതാണ്ട് ഒരു തീരുമാനമായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ലോക്സഭയിൽ കൃത്യമായി ഒരു കാര്യം ജ്ഞാനേഷ് കുമാറിനെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ജ്ഞാനേഷ് കുമാറിനെ മാത്രമല്ല, മുമ്പ് ചീഫ് തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ടുള്ള രാജീവ് കുമാറിനെ കൂടി ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമാണ് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നത്. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കൊള്ളരുതായ്മകൾക്കും ഒരു അവസാനമുണ്ടാകും. 2029 തങ്ങൾ ഭരണത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ടായാൽ ഈ കാണിച്ചതിനൊക്കെ കണക്ക് ചോദിക്കുന്ന ഒരു ദിവസം വരുമെന്നതാണ് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ പറഞ്ഞിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പ്രതിരോധം തീർക്കുന്ന നിയമങ്ങളെ മാറ്റിയെഴുതുവാൻ തങ്ങൾ തയ്യാറാകുമെന്നതാണ് രാഹുൽ പറഞ്ഞു വെക്കുന്നത്. അങ്ങനെയാകുമ്പോൾ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെയും ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുവാനാണ് രാഹുൽ ഇപ്പോൾ ശ്രമിക്കുന്നത്. ഇപ്പോൾ മോദിയും അമിത്ഷായും നൽകുന്ന ഈ ഒരു പിന്തുണ ജ്ഞാനേഷ് കുമാറിന് അധിക നാൾ ഉണ്ടാവില്ല എന്ന് ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ലോക്സഭയിൽ രാഹുലിൻ്റെ നാവിലൂടെ നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടത്. വോട്ട് ചോരി വിഷയത്തിൽ ഒരുപാട് തെളിവുകൾ രാഹുൽ ഗാന്ധി പുറത്തുവിട്ടിരുന്നു. അതിനൊന്നും ഉത്തരം നൽകുവാൻ ജ്ഞാനേഷ് കുമാറിന് കഴിഞ്ഞിട്ടുമില്ല. മാത്രമല്ല, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ രക്ഷപ്പെടുത്തുവാൻ കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ പാസാക്കിയെടുത്ത നിയമ ഭേദഗതിയും റദ്ദാക്കുവാനുള്ള നടപടിയും ഉണ്ടാകും. അതായത് പരമാവധി 45 ദിവസം മാത്രം ഡിജിറ്റൽ തെളിവുകൾ സൂക്ഷിച്ചാൽ മതിയെന്ന നിയമ ഭേദഗതി അത് നിർത്തലാക്കുന്ന സൂചനകളും രാഹുൽ നൽകുന്നുണ്ട്. അമിത്ഷായുടെ തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് 45 ദിവസം എന്നുള്ളൊരു സമയപരിധി നിശ്ചയിച്ചത്. അതിപ്പോൾ 15 ദിവസമാക്കി പരിമിതപ്പെടുത്തുവാനുള്ള നീക്കങ്ങളും കേന്ദ്രത്തിൽ നടക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ചില മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുമെന്നുള്ള മുന്നറിയിപ്പ് നൽകുന്നത്. പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം അല്ലെങ്കിൽ ആ ഒരു പദവി അതിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ള കാര്യം ജ്ഞാനേഷ് കുമാറിന് ഇതുവരെയായിട്ടും മനസ്സിലാക്കില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. മനസ്സിലായിട്ടുണ്ടെങ്കിൽ രാഹുലിൻ്റെ വാക്കിന് പുല്ലു വിലയെങ്കിലും നൽകുവാൻ ജ്ഞാനേഷ് കുമാർ തയ്യാറാകുമായിരുന്നു. പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ ആരോപിച്ച കാര്യങ്ങൾക്ക് ഉത്തരം നൽകാതെ പരാജയപ്പെട്ടതിൻ്റെ ജാള്യത കൊണ്ട് മാത്രം ഇത്തരം ആരോപണം ഉന്നയിക്കുന്നു എന്ന് പറഞ്ഞ് രാഹുലിനെ കളിയാക്കുവാനാണ് ജ്ഞാനേഷ് കുമാർ ഇത്രയും നാൾ ശ്രമിച്ചത്. പരാജയം അംഗീകരിക്കുവാൻ പഠിക്കണമെന്നൊക്കെ പറഞ്ഞ് രാഹുലിനെ ക്ലാസ് എടുക്കുന്ന തരത്തിലേക്ക് ജ്ഞാനേഷ് കുമാർ സംസാരിച്ചിരുന്നു. ഒരു BJP നേതാക്കൾ എങ്ങനെയാണ് പ്രതിപക്ഷത്തെ നേരിടുന്നത്, അതേപോലെയാണ് ജ്ഞാനേഷ് കുമാർ രാഹുലിനെ നേരിട്ടത്. അതിനൊക്കെയുള്ള മറുപടി രാഹുൽ ഇപ്പോൾ സഭയ്ക്കുള്ളിൽ തന്നെ നൽകിയിരിക്കുകയാണ്. ഭരണപക്ഷത്തെ അടിച്ചിരുത്തുന്ന പ്രകടനമാണ് പാർലമെന്റിൽ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി നടത്തിയിരിക്കുന്നത്. അമിത്ഷായുമായുള്ള പ്രതിവാദങ്ങൾക്ക് പോലും സഭ കഴിഞ്ഞ ദിവസം സാക്ഷ്യം വഹിച്ചിരുന്നു.